നീതിമാൻ്റെ ഓർമ്മ വാഴുവിനായി തീരട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 119 ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 2021 ഗ്രിഗോറിയൻ പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്. അഭ്യുന്നിയ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഈ വർഷത്തെ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യും. നിരണം മെത്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ദനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റോമസ് മെത്രാപ്പൊലീത്ത ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്നത്തെ പ്രഭാഷണം നിർവഹിക്കുന്നത് വളരെ പ്രശസ്തനായ ചലച്ചിത്ര സംവിധായകൻ പ്രൊഫസർ മധു ഇറവങ്കര അവറുകളാണ്. എല്ലാവരെയും ഹൃദയപൂർവ്വം ഗ്രിഗോറിയൻ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നത് പരിമല സെമിനാരിയുടെ മാനേജരായ വന്ദനായ MC കുര്യാക്കോസ് അച്ഛനാണ്. ഹൃദയപൂർവ്വം സ്വാഗത ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്ന അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, അഭിവന്യ ഡോക്ടർ യൂഹാനോ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനി, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുവാനായി കടന്നു വന്നിരിക്കുന്നതായ പ്രൊഫസർ മധു ഇറവങ്കര അവറുകൾ, ഈ ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൻ്റെ മോഡറേറ്ററായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിലച്ഛൻ, വന്ദനായ യൂഹാനോൻ റമ്പാച്ചൻ, വന്യ വൈദിക സെക്രട്ടറി, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയാലും പെരുന്നാളിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതായ ഗ്രിഗോറിയൻ പ്രഭാഷണം ഈ വർഷവും സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 115 ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് ഗ്രിഗോറിയൻ പ്രഭാഷണ പരമ്പര ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിലച്ഛൻ്റെ ഒരു നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രഭാഷണം സംഘടിപ്പിക്കണമെന്ന് നിർമ്മദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ യൂഹാനോ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനിയുടെ ഒരു ആവശ്യവും അത് പരിമല കൗൺസിലിൽ എല്ലാവിധ പിന്തുണയോടുകൂടി നടപ്പാക്കുവാനായിട്ട് തീരുമാനിക്കുകയുമായിരുന്നു. 115 ഓർമ്മ പെരുന്നാൾ മുതൽ ഇന്നുവരെ മുടങ്ങാതെ ഗ്രിഗോറിയൻ പ്രഭാഷണം പരമ്പര സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തിൻ്റെ വിവിധ മാനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നതായ വ്യക്തിത്വങ്ങളെ വിളിച്ചു വരുത്തി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണങ്ങളെ നടത്തുക എന്നതാണ് ഗ്രിഗോറിയൻ പ്രഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് അനേകർക്ക് തിരുമേനിയെക്കുറിച്ചുള്ള അറിവും ആ വിശുദ്ധിയെക്കുറിച്ചുള്ളതായ വലിയ വെളിച്ചവും നൽകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം കോവിഡിൻ്റെതായ ലോക്ക്ഡൗൺ പീരീഡിലും ഗ്രിഗോറിയൻ പ്രഭാഷണം മുടങ്ങാതെ നടത്തപ്പെടുവാനായിട്ട് സാധിച്ചു. ഈ വർഷവും ഇനിയുള്ളതായ എല്ലാ ദിവസങ്ങളിലും പ്രഭാഷണ പരമ്പര ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചുമതലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നത് തുമ്പോൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്തയുമായ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിയാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇവിടെ നടന്നതായ പരിസ്ഥിതി കമ്മീഷൻ്റെ മീറ്റിങ്ങിലും തിരുമേനി കടന്നു വന്ന് ആ മീറ്റിങ്ങിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി തിരുമേനിയുടെ മലങ്കര സഭയുടെ നേതൃത്വം കൊടുത്തു വരുന്നതായ തിരുമേനിയുടെ ആധ്യാത്മിക ചൈതന്യം
മലങ്കര സഭ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സ്ഥാനാരോഹണത്തോടെ ആ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷ നടത്തപ്പെട്ട് മലങ്കര അസോസിയേഷൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ തിരുമേനിയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്. പ്രായത്തിൻ്റെതായ ആ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന അഭിനന്ദ തിരുമേനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ ശക്തിയും കൃപയും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നു. തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നിർണഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിനന്ദ ഡോക്ടർ യുഹാനോ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനിയാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ്. പരിമല സെമിനാരിയും കൗൺസിലും തിരുമേനിയുടെ പൂർണ്ണമായ ആ ഒരു നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഗ്രിഗോറിയൻ പ്രഭാഷണങ്ങളിലെല്ലാം തന്നെ തിരുമേനിക്ക് വന്നു ചേരാൻ പറ്റുന്നതായ ആ ദിവസങ്ങളിലെല്ലാം തന്നെ തിരുമേനിയെ സാന്നിധ്യം കൊണ്ടും സന്ദേശം കൊണ്ടും നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയുള്ളതായ ദിവസങ്ങളിൽ തിരുമേനി പരിമലയിൽ താമസിച്ചുകൊണ്ട് തിരുമേനിയുടെ മുൻ അതായത് ഒസ്താത്യോസ് തിരുമേനിയുടെ ആ കാലം മുതൽ ഉള്ളതായ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കൊടിയേറ്റ് മുതൽ പ്രധാന ദിവസം കഴിഞ്ഞ് അതിൻ്റെ പണവും എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് തിരുമേനി ഇവിടെ നിന്ന് അരമനയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അതുവരെ ഇവിടെയുള്ളതായ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്നു, ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നു. തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രൊഫസർ മധു ഇറവങ്കര സാറാണ്. പ്രഭാഷണത്തിൻ്റെ പ്രഥമ ദിവസം സാറിനെ വിളിക്കണമെന്നുള്ളതായ ഒരു നിർദ്ദേശം ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട കരിങ്ങാടിലച്ഛന് സാറുമായിട്ട് ബന്ധപ്പെടുകയും സാർ അത് സമ്മതിക്കുകയും ഇന്ന് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. സാറിനെ പ്രത്യേകിച്ച് കേരള സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല. സിനിമാ ഡയറക്ടർ, സിനിമാ നിരൂപകൻ, ഫിലിം സ്കോളർ, ഫിലിം ജൂറി, ഫിലിം ടീച്ചർ, ഇങ്ങനെയുള്ളതായ ഒത്തിരി നിലകളിൽ സാറിൻ്റെ സംഭാവന കേരള സമൂഹത്തിന് അറിയാവുന്നതാണ്. നമ്മുടെ കാതോലിക് എയ്റ്റ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അവിടുന്ന് റിട്ടയർഡായതിനു ശേഷവും ഇപ്പോഴ് ഈ മേഖലകളിലെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പ്രഭാഷണത്തിനായി കടന്നു വന്നതായ ബഹുമാനപ്പെട്ട പ്രൊഫസർ മധു ഇറവങ്കര സാറിനെ എല്ലാവരുടെയും പേരിൽ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാടിലച്ഛൻ ഈ പ്രഭാഷണ പരമ്പരയുടെ മോഡറേറ്ററാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്ന പ്രഭാഷണ പരമ്പര അച്ഛനാണ് അതിൻ്റെ മോഡറേറ്റർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എത്രമാത്രം ഭംഗിയാക്കാമോ അതെല്ലാം ചെയ്തത്. ഓരോ വർഷവും ഓരോ വ്യക്തിത്വങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ ക്ഷണിച്ചു വരുത്തി ഇവിടെ പ്രഭാഷണം നടത്തുന്ന കാര്യത്തിൽ അച്ഛൻ്റെ ഒരു ശ്രമം തന്നെയുണ്ട്. ഈ വർഷവും ബഹുമാനപ്പെട്ട അച്ഛനോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അച്ഛന് ഈ മോഡറേറ്റർ എന്ന് പറയുന്നതായ മോഡറേറ്റർ ചുമതല അച്ഛൻ ഭംഗിയായിട്ട് നിർവഹിക്കും. അച്ഛനെയും എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്നത് പരിമല സെമിനാരിയിലെ ഒന്നിനായ യുഹാനൻ റമ്പാച്ചനാണ്. അച്ഛനെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്നതായ എല്ലാ വിശ്വാസികളെയും ദൂരെ ഇരുന്നുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ പങ്കുചേരുന്ന കേൾക്കുന്നതായ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന അഭിനന്ദനായ ക്ലിമീസ് തിരുമേനി, നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്ന ബഹുമാന്യനായ പ്രൊഫസർ മധു ഇറവങ്കര അവറുകൾ,
വന്യനായ യൂഹാനോൻ റമ്പാച്ചൻ, സെമിനാരി മാനേജർ കുറിയാക്കോസ് അച്ഛൻ, എല്ലാറ്റിലുപരി കഴിഞ്ഞ 4-5 വർഷമായി വളരെ ഭംഗിയായി അനുഗ്രഹകരമായി നടന്നു വരുന്ന ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട കരിങ്ങാട്ടിലച്ഛൻ, അടുത്തും അകലെയും ഇരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ 119-ാം ഓർമ്മ പെരുന്നാളിന് ഇന്നലെ തുടക്കം കുറിച്ചു. ഇന്ന് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര തുടങ്ങുകയാണ്. ചലച്ചിത്ര രംഗത്ത് വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ പ്രഭാഷണത്തോടുകൂടിയാണ് ഈ വർഷത്തെ ഗ്രിഗോറിയൻ പ്രഭാഷണ പരമ്പര തുടങ്ങുന്നത്. അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. ഒരു ചലച്ചിത്ര സംവിധായകൻ പരിശുദ്ധനായ പരുമല തിരുമേനിയെ കാണുന്നത് ആകാം എന്ന് ഞാൻ ഊഹിക്കുന്നു. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഈ ചലച്ചിത്രങ്ങളോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന മാധ്യമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 1902 ജനുവരിയിലാണ് തിരുമേനിയുടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് തിരുവിതാംകൂർ ദിവാൻ പേഷ്കാറായിരുന്ന നാഗമയ്യ ആഗ്രഹിക്കുന്നതും അതിന് ഡിക്രൂസ് സാഹിബിനെ ചുമതലപ്പെടുത്തുന്നത്. ഈ ദൗത്യ നിർവഹണത്തിനു വേണ്ടി തിരുവനന്തപുരം സെൻറ് ജോർജ് കത്തീഡ്രലിൽ ഉണ്ടായിരുന്ന തിരുമേനിയെ കാണാനായി ഡിക്രൂസ് സാഹിബ് നടത്തുന്ന ശ്രമവും തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളും ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. പല സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇത് ആഗ്രഹിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ തിരുമേനി ഒന്നുകിൽ നമസ്കാരത്തിലായിരിക്കും, അല്ലെങ്കിൽ ധ്യാനത്തിലായിരിക്കും, ദേവാലയത്തിലായിരിക്കും. വിഷയമൊന്ന് അവതരിപ്പിക്കുവാൻ പോലുമുള്ള സാവകാശം ഉണ്ടായിട്ടില്ല. പിന്നെ അതൊക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. തിരുമേനി ഈ സംവിധാനങ്ങളെ ഏതു വിധത്തിൽ കണ്ടിരുന്നു എന്ന് ഉള്ളതിൻ്റെ ഒരു സൂചന നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഫോട്ടോ ഭ്രമം എന്ന് പറയുന്നതും അതുപോലെ ഈ മൊബൈലിൽ ഇതൊക്കെ എടുക്കാനുള്ള അമിതമായ വ്യഗ്രത ഇന്ന് സമസ്ത മേഖലകളിലും വ്യാപകവും ശക്തവുമായിരിക്കുക. ഒരാധ്യാത്മിക ശുശ്രൂഷയ്ക്ക് പോലും അതിൻ്റെ ദൈവീകതയും പവിത്രതയും കളങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള ശ്രമങ്ങൾ എനിക്കൊരു 100 ഉദാഹരണങ്ങൾ പറയാനായിട്ടുണ്ട്. തിരുമേനി തൻ്റെ ജീവിതത്തിൽ അകലം പാലിച്ച ചില കാര്യങ്ങളുണ്ട്. പക്ഷേ തിരുമേനിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മളോ തിരുമേനി അകലം പാലിച്ചതിനോട് അമിതമായ അടുപ്പഭ്രമം നമ്മൾ കാട്ടുകയും തിരുമേനി അടുപ്പം കാണിച്ച കാര്യങ്ങളോട് പരമാവധി അകലം പാലിക്കുകയുമാണ് ഇന്നത്തെ ആധ്യാത്മിക സമൂഹത്തിൽ പറ്റിയിരിക്കുന്നത്. ഒരാരാധനയിൽ സംബന്ധിക്കുമ്പോഴും ആ ആരാധനയിൽ ഭാഗവക്കാകുന്നതിനേക്കാൾ അതിൻ്റെ ചിത്രങ്ങൾ പകർത്താനുള്ള ഒരു ഭ്രമം വ്യാപകമായി വന്നിരിക്കുന്നു. അതുപോലെ അവനവനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വീഡിയോ ആയിട്ടും ഫോട്ടോകളായിട്ടും എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമം അതൊരു ആത്മാരാധനയുടെ ഭാവമായി മാറിയിരിക്കുക. സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടി, ആത്മാരാധനയ്ക്ക് വേണ്ടി ഉള്ള ശ്രമം, ദൈവിക ആരാധനയുടെ അനുഭവം അസ്തമിക്കുന്നിടത്താണ് ആത്മാരാധന തുടങ്ങുന്നതും അപകടത്തിലേക്കത് വഴി നടത്തുന്നതും. അതുകൊണ്ട്
തിരുമേനി പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനോട് ബന്ധിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, സകലത്തിലും ദൈവത്തെ ഓർത്ത് പ്രവർത്തിക്കണം എന്നുള്ള തിരുമേനിയുടെ ഉദ്ബോധനം. ഏത് കാര്യത്തിലും ദൈവത്തെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ ചില അതിരുകളും അരുതുകളും തിരിച്ചറിയാൻ കഴിയുന്നത് ദൈവത്തെ ഓർക്കുമ്പോഴാണ്, ദൈവസ്മരണ ശക്തമാകുമ്പോഴാണ് ഇരിക്കുന്നത്. തിരുമേനി വീണ്ടും പറയുന്നുണ്ട്, ആത്മാവിനേക്കാൾ ശരീരത്തെയും ദൈവത്തെക്കാൾ ദ്രവ്യത്തെയും സ്നേഹിക്കരുത്, അത് അപകടമാണ്. ഞാനതൊരു ചെറിയ വ്യത്യാസത്തോടുകൂടി പറയട്ടെ. ആത്മാവിനേക്കാൾ ശരീരത്തെയും ദൈവത്തെക്കാൾ ലോകത്തെയും സ്നേഹിക്കരുത് എന്ന്. ഈ ലൗകികതയുടെ അതിപ്രസരം സൃഷ്ടിക്കുന്ന അപകടങ്ങൾ അത് ടെലിവിഷനിലായിരുന്നാലും സമൂഹ മാധ്യമങ്ങളിലായിരുന്നാലും ചലച്ചിത്രത്തിലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അടുത്ത കാലത്ത് പ്രസിദ്ധീകൃതമായ ഒരു ഗ്രന്ഥമാണ് ടെലിവിഷൻ എന്നുള്ളത്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ പ്രഥമ ഡയറക്ടറായിരുന്ന കെ കുഞ്ഞികൃഷ്ണൻ്റെ അനുഭവങ്ങളാണ് ഈ ടെലിവിഷൻ എന്നുള്ള ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇന്ന് ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന ടെലിവിഷനും അനുബന്ധ പ്രവർത്തനങ്ങളും മനുഷ്യ ജീവിതത്തിന്, കുടുംബ ജീവിതത്തിന്, സമൂഹ ജീവിതത്തിന്, സർവോപരി ആത്മീക ജീവിതത്തിന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ, ഗൗരവമേറിയ അപകടകരമായ കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാര്യങ്ങളിൽ വിവേകപൂർവമായ ഒരു കാഴ്ചപ്പാടും സമീപനവുമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. തിരുമേനി അകലം പാലിച്ച കാര്യങ്ങളോട് അടുപ്പം കാണിക്കുവാനുള്ള നമ്മുടെ അമിത ആവേശവും, തിരുമേനി അടുപ്പം കാണിച്ച കാര്യങ്ങളോട് അലസതയോടും അനാസ്ഥയോടും നമ്മൾ കാണിക്കുന്ന അകൽച്ചയും അപകടകരമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ നീണ്ട പട്ടിക നമുക്ക് നൽകുന്നതാണ്. വിശ്വാസത്തെക്കുറിച്ചൊരു നിർവചനം നൽകിക്കൊണ്ട് അനേക വിശ്വാസവീരന്മാരുടെ പഴയ നിയമ ചരിത്രത്തിൽ നിന്ന് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെയുള്ള പിതാക്കന്മാരെയും ആ ഗണത്തിൽ ഉൾപ്പെടുത്താം. ഇവർ ഈ നിലയിലേക്ക് ഉയർന്നതിൻ്റെ കാരണം എബ്രായ ലേഖനകർത്താവ് എബ്രായ ലേഖനം 11-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന്. ദൈവം യോഗ്യമാകുമ്പോഴാണ് ലോകം യോഗ്യമല്ലാതായി തീരുന്നത്. ദൈവാനുഭവം അസ്തമിക്കുന്നിടത്താണ് ലോകാവേശം കൂടുന്നത്. അതുകൊണ്ട് അപകടകരമായിട്ടുള്ള കാര്യങ്ങളെ വിവേകപൂർവം തിരിച്ചറിയുവാനും അതിനെ ദൈവാശ്രയത്തോടെ വിനിയോഗിക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കും. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രസ്ഥാനം, അതായത് ഒരു പരിപാടിയാണ് എന്നുള്ളതിന് സംശയമില്ല. പരിശുദ്ധ പരിമല തിരുമേനി താമസിച്ച് പ്രാർത്ഥിച്ച് ഈ ദേശത്തെയും സഭയെയും സമൂഹത്തെയും അനുഗ്രഹിച്ച ഒരു പരിസരമാണല്ലോ ഇത്. അപ്പോൾ 119-ാമത്തെ ഓർമ്മ പെരുന്നാളിൽ നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീഴുന്ന ശബ്ദം അല്ലെങ്കിൽ വാക്കുകൾക്കൊക്കെയും പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ ചിന്തിക്കുകയാണ്. എവരി സ്പോക്കൺ വേർഡ് ഹാസ് പവർ. എന്നാൽ പരിശുദ്ധ തിരുമനസ്സുകൊണ്ട് സംസാരിച്ചിട്ടുള്ള വാക്കുകളുടെ ശക്തി എത്രയായിരുന്നെന്ന്
നമുക്ക് ഭാവനയിലൊന്ന് ചിന്തിക്കാം. പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം, അരുളി ചെയ്ത സൂക്തങ്ങളുടെ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു സൗരഭ്യം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണെന്നുള്ള സംശയമില്ല. കഴിഞ്ഞ വർഷങ്ങൾ, അതായത് 2 വർഷം മുമ്പ് വരെയും ഇവിടെ ചുരുങ്ങിയ ആളുകൾ കൂടി ഇത് സംബന്ധിച്ചിരുന്നു. എന്നാൽ ഇവിടെ വളരെ പരിമിതമായ ആളുകളെ ഉള്ളെങ്കിലും ലോകം മുഴുവൻ ഈ ശബ്ദം അല്ലെങ്കിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇത് കേൾക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്നുള്ളത് അതൊരു പുതിയ സംവിധാനത്തിൽ വന്നതാണെങ്കിലും ഒരു വിധത്തിൽ അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് നമുക്ക് ഈ മുഖ്യ സന്ദേശം നൽകുവാൻ കിട്ടിയിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വലിയ പരിചയം കാണുകയില്ല, പരിചയമുള്ളത് കാണുകയെന്ന് എൻ്റെ അത്രയും പരിചയമുണ്ടോ എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ 30 വർഷത്തിലധികം പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനും ഞങ്ങളുടെയൊക്കെ വലിയ സുഹൃത്തും സ്നേഹിതനും, അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ വളരെ അടുത്ത്, അതായത് പത്തനംതിട്ട അരമനയുടെ അടുത്താണല്ലോ കോളേജ്. അപ്പോഴെന്നും കാണാവുന്ന ഒരു 30 വർഷത്തോളം എന്നും കണ്ടുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് ഇങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതിൽ എൻ്റെ സന്തോഷം ഏറെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരിൽ പ്രധാനിയായിരിക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയെക്കുറിച്ച് സംസാരിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ആ അറിവും അതിനെക്കുറിച്ചുള്ള അവബോധമൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുകുമാർ അഴീക്കോട് സാർ ഇവിടെ നിന്ന് പ്രസംഗിച്ച പല രംഗങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു വാക്ക് എപ്പോഴും എൻ്റെ അറിവിലുണ്ട്. പരിശുദ്ധ പരിമലത്തിനുമേൽ പാദസ്പർശമേറ്റ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഈ ടൈൽസ് കൂടുതലിട്ടുകൊണ്ട് ചവിട്ടുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ചിന്ത എത്രയുണ്ട്. അതുപോലെ തന്നെ പരിമള തിരുമേനി എന്നാണ് അദ്ദേഹം, പരിമല എന്നുള്ളതിന് ആ അക്ഷരം മാറ്റിയിട്ട് പരിമളം പരത്തുന്ന തിരുമേനി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അദ്ദേഹം എത്രയോ ശ്രേഷ്ഠനായ ഒരു വാഗ്മിയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ അന്തരീക്ഷത്തിൽ ഒത്തിരി ശബ്ദ തരംഗങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ ശബ്ദം പരിശുദ്ധ പരിമല തിരുമേനിയുടേതായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അറിവ്. ഇവിടെ ധ്യാനിച്ചിരുന്ന സന്ദർഭങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം കൊണ്ട് ഈ അന്തരീക്ഷത്തെ നിറച്ചിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ശബ്ദം, സുന്ദരമായ ശബ്ദം, അല്ലെങ്കിൽ വളരെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് ഈ അന്തരീക്ഷത്തെ നിറച്ചു. അപ്പോൾ നമ്മുടെ സംസാരമോ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദമോ അതിന് പ്രതികൂലമായിരിക്കാതിരിക്കത്തക്കവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ആത്മീയ അന്തരീക്ഷത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ആ പരിശുദ്ധ പരിമല തിരുമേനിയുടെ തിരുസാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഈ അന്തരീക്ഷത്തെ മുഴുവനും പ്രാർത്ഥനയുടെ ശബ്ദത്തിൻ്റെ സൗരഭ്യം കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. വളരെ ഏറെ നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു തിരുമേനിയാണെങ്കിലും ഇന്ന് നമ്മുടെ മനസ്സിലെല്ലാം ഒരു രൂപമുണ്ട് അദ്ദേഹത്തിൻ്റേത്. അതതിൻ്റെ ആത്മീയത കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. ആ ആത്മീയ നിറവ് നമുക്ക് ലഭിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ജീവിത ശൈലികൾ, നോമ്പിൻ്റെ ശൈലി, അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റേത്, ഭദ്രാസന ഭരണത്തിൻ്റേത്, എന്തെല്ലാം കാര്യങ്ങൾ. ഇന്ന് നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ പഴങ്കഥകളായിട്ട് തോന്നിയേക്കാം. അദ്ദേഹം ഒരു ഇടവകയിൽ ചെന്ന് താമസിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തള്ളപ്പെട്ടവരെ സ്വീകരിച്ച് അശരണർക്ക് ശരണം കൊടുത്ത് അഗതികൾക്ക് ആശ്രയം കൊടുത്ത് വിശക്കുന്നവന് ഭക്ഷണം കൊടുത്ത് പ്രവർത്തിച്ച വലിയ ഒരു ഇടയശ്രേഷ്ഠൻ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിത സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ തക്കവണ്ണം സാധിക്കട്ടെ. അതിന് നമ്മുടെ സഭാംഗം അല്ലെന്ന് ഞാൻ പറയുന്നത് സത്യമാണെങ്കിലും ഒരു സഭാംഗം പോലെ
ഞങ്ങളുടെ കൂടെ ഇത്രയും നാൾ പ്രവർത്തിച്ച മധു ഇറങ്കൽ സാറിനെ വളരെ സന്തോഷത്തോടുകൂടെ ഞാനും സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസയും നേരുന്നു. വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മലയാളത്തിൻ്റെ വളരെ പ്രശസ്തനായ സംവിധായകൻ, മലയാളത്തിൻ്റെ ചലച്ചിത്രത്തിൻ്റെ പ്രൊഫസർ മധു ഇറവങ്കര അവറുകളാണ്. സിനിമയുടെ ഡയറക്ടർ, ഫിലിം നിരൂപകൻ, ഫിലിം സ്കോളർ, ഫിലിം ജൂറി, ഫിലിം ടീച്ചർ, നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ് എന്ന നിലകളിൽ അതിപ്രശസ്തനായ ഒരു മഹാവ്യക്തിത്വതയാണ് ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൽ ഇന്നത്തെ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഓർപ്പിക്കുകയുണ്ടായി. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ കെമിസ്ട്രി വിഭാഗത്തിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ചും പരമല തിരുമേനിയെക്കുറിച്ചും മലങ്കര ഓർത്തഡോക്സ് സഭയെക്കുറിച്ചും വളരെ ആധികാരികമായി പറയുവാൻ കഴിയുന്ന വളരെ പ്രശസ്തനായ സംവിധായകനാണ് പ്രൊഫസർ മധു ഇറവങ്കര. പരമലപ്പള്ളിയുടെ ഏറ്റവും അടുത്ത പ്രദേശത്താണ് അദ്ദേഹം താമസിക്കുന്നത്. മാവേലിക്കര താലൂക്കിലെ ഇറവങ്കര എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുമൊക്കെ വളരെ പ്രശസ്തമാണ്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഗ്രന്ഥം മലയാള സിനിമയും സാഹിത്യവും എന്ന ഗവേഷണ പ്രബന്ധമാണ്. കെമിസ്ട്രിയിലാണ് അധ്യാപകൻ എങ്കിലും, രസതന്ത്രത്തിലാണ് ബോധനം നടത്തിയതെങ്കിലും, ചലച്ചിത്രത്തിൻ്റെ രസതന്ത്രം അദ്ദേഹം വെളിപ്പെടുത്തി. ജീവിതത്തിൻ്റെ രസതന്ത്രമാണ് അഭ്രപാളികളിൽ കൂടി അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് നിരവധി ദേശീയ അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ, 30-ൽ പരം സുന്ദരമായ ഡോക്യുമെൻ്ററികൾ, അന്താരാഷ്ട്ര വേദികളിൽ ഫിലിം ജൂറിയായി പ്രവർത്തിക്കുന്നു. ഇത്ര ദീർഘമായ അനുഭവ പരിചയമാണ് അദ്ദേഹത്തിന് ചലച്ചിത്രത്തോടുള്ളത്. മലയാളം സർവകലാശാലയിലെ ഫിലിം വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങളുണ്ട്. ഏറ്റവും പുതിയ പുസ്തകങ്ങളിൽ ഒന്ന് ഇന്ത്യൻ സിനിമ 100 years 100 ഫിലിംസ്, 100 സിനിമകളും ഇന്ത്യൻ സിനിമയുടെ 100 വർഷവും എന്ന അതിപ്രശസ്തമായ ഗ്രന്ഥം. ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. ചലച്ചിത്ര ലോകത്ത്, മാധ്യമ ലോകത്ത് പുതിയ ഗവേഷകർക്കും പഠിതാക്കൾക്കും ഒരു നല്ല ഗുരുവായി, എഴുത്തുകാരനായി, മാർഗനിർദ്ദേശകനായി അദ്ദേഹം നമ്മുടെ മുന്നിലുണ്ട്. മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ, ചലച്ചിത്ര നിരൂപകനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, സിനിമാ ഗ്രന്ഥത്തിനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, ഏറ്റവും നല്ല ഹ്രസ്വ ചിത്രത്തിലുള്ള സംസ്ഥാന അവാർഡ്, അതിലുപരി നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യയുടെ ഫെലോഷിപ്പ്, സമുന്നത കലാകാരന്മാർക്കുള്ള കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ്, ഇങ്ങനെ എത്രയോ അവാർഡുകൾ ഞാൻ പറഞ്ഞാൽ നീണ്ടുപോകും. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ മികച്ച അധ്യാപകർക്കുള്ള മാർ ബസേലിയോസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി ചലച്ചിത്ര രംഗത്ത് പുത്തൻ കാഴ്ചകൾ അവതരിപ്പിക്കുന്ന, പുത്തൻ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മധു ഇറവങ്കര സാറിൻ്റെ സാന്നിധ്യം, നേതൃത്വം, വാക്കുകൾ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അഭിമാനമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഗ്രിഗോറിയൻ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ ആദരപൂർവം ബഹുമാനപ്പെട്ട പ്രൊഫസർ മധു ഇറവങ്കര സാറിനെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ യോഗത്തിൻ്റെ
അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഭിവന്ദ്യ എൻ്റെ പ്രിയപ്പെട്ട കുര്യക്കോസ് മാർ ക്ലിമീസ് തിരുമേനി, ഈ വേദിയിലുള്ള പരിമല സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഡോക്ടർ MS യൂഹാനൻ റംബാൻ അവർകൾ, സ്വാഗതം ആശംസിച്ച ഫാദർ MC കുര്യാക്കോസ്, ഏറ്റവും ഉപരി ഈ മീറ്റിങ്ങിൻ്റെ ഏറെക്കാലമായുള്ള സംഘാടകനും എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ആളുമായ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കരിങ്ങാട്ടിലച്ഛൻ, എന്നെ കേൾക്കുന്ന സഭാവിശ്വാസികളെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രസംഗകനും അതുപോലെ തന്നെ ബഹുമാന്യായ കരിങ്ങാട്ടിൽ അച്ഛനും എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് തീർച്ചയായും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞാൻ ഇന്നിവിടെ എത്തുക എന്ന് പറയുന്നത് ഒരു നിയോഗമായിരുന്നു അല്ലെങ്കിൽ ഒരു നിമിത്തമായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ ഈ പരിമല ആദ്യമായിട്ടല്ല എത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പരിമല തിരുമേനിയുടെ സന്നിധിയിൽ ഈ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ ഞാൻ എത്തിയത് കഴിഞ്ഞ സെപ്റ്റംബർ ഒടുവിലാണ്. കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കിവിടേക്ക് വരാനായത് തീർച്ചയായും പരിമല തിരുമേനിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് ഇങ്ങനെയൊരു മീറ്റിങ്ങിലേക്ക് കരിങ്ങാട്ടിലച്ഛൻ എന്നെ ക്ഷണിക്കാനിടയായത് തീർച്ചയായും തിരുമേനിയുടെ അനുഗ്രഹം മൂലമാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീട്ടിൽ വന്ന ഒരു അതിഥി, അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഇതുപോലെ നിങ്ങൾക്ക് പരിമല പള്ളിയിൽ പോകാൻ ആഗ്രഹമുണ്ടോ? അവർ പറഞ്ഞു വളരെ സന്തോഷം. അപ്പം അങ്ങനെ ഞാനും എൻ്റെ സഹധർമ്മിണിയും അവരെയും കൂട്ടി ഇവിടെ വരികയായിരുന്നു. ഏറെ നേരം ഇവിടെ ഒരു സായാഹ്നം മുഴുവൻ ചെലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിപ്പോയത്. അപ്പോൾ അങ്ങനെ ഒരു നിമിത്തമാണ് കൃത്യം ഒരു മാസത്തിനകം എനിക്കിവിടെ വരുവാനുള്ള ഒരു നിയോഗമുണ്ടായത്. ഞാനൊരു ഏതാണ്ട് ഒരു ഓർത്തഡോക്സുകാരനാണെന്ന് ബഹുമാനപ്പെട്ട തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി. സത്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ക്രിസ്തീയ ആദർശങ്ങളുമായി, ക്രിസ്തീയ ദർശനങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകാൻ എനിക്ക് സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിച്ചതുകൊണ്ടായിരിക്കാം. അവിടുത്തെ വിശാലമായ ലൈബ്രറി എല്ലാ മതങ്ങളെപ്പറ്റിയും എല്ലാ ദർശനങ്ങളെപ്പറ്റിയും പഠിക്കുവാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നു എന്ന് വേണം പറയാൻ. പിന്നീട് ഞാൻ ബിഷപ്പ് മൂർ കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് പോയി. 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഞാൻ ധാരാളം കവിതകൾ എഴുതുന്ന കാലഘട്ടം, ക്രിസ്തീയ കവിതകളും അല്ലെങ്കിൽ ക്രിസ്തു ഭഗവാനെക്കുറിച്ചുള്ള കവിതകളുമൊക്കെ എനിക്ക് തോന്നുന്നു അന്ന് യുവലോകം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഈ CSI സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്നു. അതിൽ സ്ഥിരമായിട്ട് ഞാൻ കവിതകളും ക്രിസ്തീയ ഗാനങ്ങളുമൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാകാം ബിഷപ്പ് മൂർ കോളേജിൽ തന്നെ അധ്യാപകരെ എന്നെ വിളിച്ച് കുറേ ഗാനങ്ങൾ എഴുതിപ്പിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നമുക്കറിയാം ഒരുപക്ഷെ എനിക്കും മുൻപുള്ള തലമുറകൾക്കൊക്കെ അറിയാമായിരിക്കും, അന്ന് വാനമുദം എന്ന് പറയുന്ന ഒരു പരിപാടി സിലോൺ റേഡിയോയിലൂടെ നടന്നിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഈ വാനമുദം എന്ന് പറയുന്നത് JM രാജുവും സംഘവും ക്രിസാർട്സ് കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ക്രിസ്തീയ ഗാനങ്ങളുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ വാനമുദത്തിലേക്ക് ധാരാളം ഗാനങ്ങൾ അക്കാലത്ത് ഞാൻ എഴുതിയിരുന്നത് ഓർമ്മിക്കുന്നു. പിന്നീട് എനിക്ക് പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഒരു സംഘടനയുമായുള്ള അടുപ്പമാണ് വാസ്തവത്തിൽ എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്കൊരു ഓപ്പണിംഗ് ആയി മാറിയത്. MGO CSMൻ്റെ ആഭിമുഖ്യത്തിൽ
2-ലാണെന്ന് തോന്നുന്നു ആലുവ UC കോളേജിൽ വെച്ചൊരു സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് എനിക്ക് വാസ്തവത്തിൽ MGOCSMനെ കുറിച്ചൊന്നും വലിയ വിവരമില്ല. അപ്പോൾ ഇതുപോലൊരു പത്രപരസ്യം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു കഥ അവിടേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് അന്ന് ഉണ്ടായിരുന്ന PC എലിയാസ് സാർ എനിക്ക് ഒരു മറുപടി എഴുതി. ഇത് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ളതാണ്. പക്ഷേ ഈ ക്യാമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഒരു എഴുത്ത് കിട്ടി, എന്നെയും ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഒരു സംഘടനയാണ് എനിക്ക് സാഹിത്യരംഗത്തേക്ക്, ഇപ്പോൾ ഒരു സാഹിത്യ ക്യാമ്പും സാഹിത്യകാരന്മാരെ വാർത്തെടുക്കുന്നില്ലെങ്കിലും അവർക്ക് പ്രചോദനവും ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉന്മേഷവും പകരാൻ തീർച്ചയായും ഇതുപോലുള്ള ക്യാമ്പുകൾ സാധ്യമാവുന്നുണ്ട്. അന്ന് ക്യാമ്പിൻ്റെ ഡയറക്ടർ പ്രൊഫസർ KM തരകൻ സാറായിരുന്നു. പിന്നീട് അടുത്ത വർഷവും അവർ നടത്തിയ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന പരിപാടിയിൽ, ഗാനരചനകൾക്ക് വേണ്ടിയുള്ള സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന പരിപാടിയിലും എന്നെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ KM തരകൻ സാറിൻ്റെ കീഴിൽ സാഹിത്യത്തിലേക്കിൻ്റെ ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നിടാൻ പ്രധാനപ്പെട്ട കാരണം NGOCSM നടത്തിയ സാഹിത്യ ക്യാമ്പും അതുപോലെ സ്കൂൾ ഓഫ് മ്യൂസിക് ക്യാമ്പും ഒക്കെ ആയിരുന്നു. പിന്നീട് MSc കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ ചെന്നു ചേർന്നത് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലാണ്. 77 മുതൽ 2010 വരെ അവിടെ ഒരു വാസ്തവത്തിൽ ഒരു ഓർത്തഡോക്സുകാരനായി തന്നെ പൂർണ്ണമായും കർമ്മത്തിൽ ഓർത്തഡോക്സുകാരനായിട്ട് ഞാൻ അവിടെ കഴിയുകയായിരുന്നു. എൻ്റെ എല്ലാ മറ്റ് പ്രവർത്തനങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും മറ്റ് സഹായങ്ങളും ഒക്കെ ചെയ്തത് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ പ്രിൻസിപ്പൽമാരും അതുപോലെ തന്നെ അരമനയിൽ താമസിച്ചിരുന്ന മാനേജർമാരും ഒക്കെയായിരുന്നു. ഞാൻ വളരെ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലല്ലായിരുന്നെങ്കിൽ എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടക്കുമെന്ന് എനിക്ക് ഇപ്പോൾ വിശ്വാസമുണ്ടായില്ല. കാരണം കോളേജിലെ പ്രവർത്തനങ്ങളിൽ 100% ഞാൻ ഇടപെടുന്നത് കൊണ്ടാകാം എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏത് നടത്തിയാലും എല്ലാത്തിനും പ്രോത്സാഹനവുമായിട്ട് അവിടുത്തെ എല്ലാ അധ്യാപകരും പ്രിൻസിപ്പലന്മാരും മാനേജർമാരും ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് യൗസബീസ് തിരുമേനി, ഞാൻ ക്ലിമീസ് തിരുമേനിയോടൊക്കെ അറിയാവുന്നതാണ്. യൗസബീസ് തിരുമേനി പ്രിൻസിപ്പലന്മാരോടൊക്കെ പറയാറുണ്ട്, ഞാൻ മറ്റ് ഓർത്തഡോക്സുകാരെക്കാട്ടിൽ ഓർത്തഡോക്സുകാരനാണ്. അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും അവിടെ ഉണ്ടായില്ല. അങ്ങനെ ദീർഘകാലം പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ അധ്യാപകനായി കഴിയാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ആകത്തുക നിമിത്തമായിരിക്കാം എനിക്ക് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആമുഖമായിട്ട് വളരെ കൂടുതൽ സംസാരിച്ചു എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് എനിക്കറിയാം ക്ലിമീസ് തിരുമേനി പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ വളരെ അനുഗ്രഹമാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തവരാണ് ഒരു കാലത്ത്, തിരുമേനിയാകുന്നതിന് മുമ്പ്. അപ്പോൾ എൻ്റെ ഓർമ്മകളിൽ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കഥയുണ്ട്. കഥയല്ല, സംഭവമാണ്. തിരുമേനി അന്ന് വെച്ചൂച്ചിറ പള്ളിയിൽ വികാരിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം മുഴുവൻ തിരുമേനിയുടെ കൂടെ തോണിക്കടവിലെ മുഴുവൻ വീടുകളിലും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം ഓരോ വീട് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ മുഴുവൻ വീടുകളിലും അദ്ദേഹത്തോടൊപ്പം തോണിക്കടവിലെ വീടുകളിൽ കയറി ഇറങ്ങിയ ഒരു ദിവസം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. പിൽക്കാലത്ത് ഞാൻ ഞായറാഴ്ച എന്ന പേരിൽ ഒരു കഥ എഴുതിയുണ്ടായി. അത് തിരുമേനിക്ക് അറിയുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ വളരെ അടുപ്പമുള്ള ഒരു തിരുമേനിയുടെ സാന്നിധ്യം ഈ ഗ്രിഗേറിയൻ പ്രഭാഷണത്തിൽ എൻ്റെ ഈ വരവിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചു എന്നും പറയട്ടെ. ഈ 119 ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വിശുദ്ധമായ മണ്ണിൽ നിൽക്കുമ്പോൾ തീർച്ചയായും എനിക്ക് അത് ബഹുമാനപ്പെട്ട അഭിവന്ദ്യ പരിമല തിരുമേനിയെക്കുറിച്ച് വായിച്ചതും കേട്ടറിഞ്ഞതുമായ ധാരാളം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. കാരണം പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന ഡോക്ടർ ശാമുവൽ ചന്ദ്രപ്പള്ളി, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മലങ്കര സഭാപിതാക്കന്മാർ എന്ന ഗ്രന്ഥം ഞാൻ
ഒരുപക്ഷെ ആ ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് പലപ്പോഴും ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരുന്ന് പ്രൊഫസർ കെ.വി. തമ്പി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ച് ഓരോ ചാപ്റ്റർ ഡിവൈഡ് ചെയ്യുന്നതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോൾ അന്ന് ഈ മലങ്കര സഭാ പിതാക്കന്മാർ എഴുതിയിരുന്ന കാലം മുതൽ തിരുമേനിയെക്കുറിച്ച് കേൾക്കുകയും തിരുമേനിയെക്കുറിച്ച് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആളെന്ന നിലയിൽ ഈ ഗ്രിഗോറിയൻ പ്രഭാഷണ പരമ്പരയിൽ തിരുമേനിയെക്കുറിച്ച് തീർച്ചയായും എന്തെങ്കിലും പറയണം എന്നുള്ള എൻ്റെ ആഗ്രഹം ബഹുമാന്യനായ യുഹാനോൻ തിരുമേനി പറയുകയുണ്ടായി, ഞാൻ ചലച്ചിത്രത്തെപ്പറ്റി സംസാരിക്കാമെന്ന്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു വളരെ അപ്രസക്തമാണ്. തിരുമേനിയും കാരണം 1896 ആദ്യമായി ചലച്ചിത്രം പിറക്കുന്നത്. ലൂമിയർ ബ്രദേഴ്സ് പാരീസിലെ ഒരു നിലവറയിൽ വെച്ച് ഈ പ്രദർശനം നടത്തുന്നത് 1896. പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞാണ് സിനിമ വളരെ വ്യാപകമായതും. ഇന്ത്യയിലെ സിനിമ 1913 ആദ്യമായിട്ട് ഇന്ത്യയിൽ സിനിമ നിർമ്മിക്കപ്പെട്ടത്, രാജാ ഹരിചന്ദ്ര എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതുകൊണ്ട് യാതൊരു തരത്തിലും എനിക്ക് തിരുമേനിയുമായിട്ട് ചലച്ചിത്രത്തെ ബന്ധപ്പെടുത്താൻ ആവില്ല എന്ന് ക്ഷമാപണത്തോടെ പറയട്ടെ. പക്ഷേ തിരുമേനി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അത് ടെലിവിഷനായാലും സമൂഹ മാധ്യമങ്ങളായാലും സിനിമയായാലും ഇന്ന് നേർവഴിക്കല്ല സഞ്ചരിക്കുന്നതെന്ന് അതിനകത്ത് ഉൾപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. കാരണം അതിനകത്ത് നിന്നുകൊണ്ട് ഇതിനെതിരെ, ഈ മൂല്യശോഷണത്തിനെതിരെ പ്രവർത്തിക്കാവുന്ന സമയങ്ങളിലൊക്കെ വളരെ ആധികാരികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്നത്തെ ഈ മാധ്യമങ്ങളുടെ പോക്ക് ആശാവഹമല്ല എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിനോട് തീർച്ചയായും ഞാൻ 100% യോജിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് വിശുദ്ധമായ ഈ മണ്ണിൽ നിന്നുകൊണ്ട്. പിന്നീട് എനിക്ക് വളരെയധികം പരിശുദ്ധ പരിമല തിരുമേനിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കാവുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് സഞ്ചാരമാണ്. അദ്ദേഹം മഹാനായ ഒരു സഞ്ചാരിയായിരുന്നു. അതൊരു വെറും സഞ്ചാരിയായിരുന്നില്ല. കാരണം നമുക്കറിയാം, ടൂറിസ്റ്റ് എന്ന് പറയുന്ന വാക്കിലാണ് ഈ സഞ്ചാരിയൊക്കെ ഉൾപ്പെടുന്നത്. അദ്ദേഹം ഒരു ടൂറിസ്റ്റ് ആയിരുന്നില്ല, മറിച്ച് ഒരു യാത്രികനായിരുന്നു. യാത്രികനും സഞ്ചാരിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു സഞ്ചാരി എന്ന് പറയുന്നത് തീർച്ചയായും ഒരു രാജ്യങ്ങൾ കാണുക, പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ പ്രദേശങ്ങൾ കാണുക. പക്ഷേ അവരിലൊന്നും ആ ദേശമോ ആ സ്ഥലങ്ങളോ ആ പ്രദേശത്തിൻ്റെ മറ്റ് പ്രത്യേകതകളോ ഒന്നും അവരുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാറില്ല. ഒരു സഞ്ചാരി വെറും ഒരു യാത്രക്കാരൻ മാത്രമാണ്. നേരെ മറിച്ച് യാത്രികൻ അതല്ല. യാത്രികൻ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത്. സ്വാനുഭവങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി സംക്രമിപ്പിക്കുകയാണ് ഒരു യാത്രികൻ്റെ ലക്ഷ്യം. അപ്പോൾ യാത്രികന് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് അനുഭവങ്ങൾ തേടുക, മറ്റൊന്ന് ഈ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ 2 കാര്യത്തിലും മഹാനായ യാത്രികനായിരുന്നു പരിമല തിരുമേനി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് യാത്രയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ലോകം മുഴുവൻ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് എൻ്റെ സ്വന്തം ചെലവിൽ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഓരോ രാഷ്ട്രത്തിൻ്റെ ചെലവിൽ, കാരണം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജൂറിയുള്ള നിലയിൽ ഓരോ രാഷ്ട്രത്തിൻ്റെ ചെലവിൽ എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഒക്കെ പോകുവാനുള്ള അവസരം കിട്ടുന്നുണ്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ അത് കാരണം യാത്രയെന്ന് പറയുന്നത് സിനിമ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യാത്രകൾ ഞരമ്പിലേറ്റിയ ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് ഞാൻ തിരുമേനിയെ കാണുന്നത്. പരിശുദ്ധ പരിമല തിരുമേനി എത്ര പേര് എനിക്കറിയാം, എഴുതി കഴിഞ്ഞതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും മലയാളത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികൾ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് തിരുമേനിയുടെ ഊർശ്ലയും യാത്രാവിവരണം. ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക്
ഈ യാത്രാവിവരണത്തെ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ഓർക്കുക, ഈ ഊർസ്ലേം യാത്ര അഭിവന്ദ്യനായ പരിമല തിരുമേനി നടത്തിയത് 1895 ആണെന്ന് ഓർക്കണം. 1895 ഇവിടുത്തെ അവസ്ഥ എന്താണ്? അന്ന് ഇവിടെ നിന്ന് ബോംബെയിലെത്താൻ തന്നെ എത്രയോ ദിവസങ്ങൾ വേണ്ടി വരുന്നു. അങ്ങനെ നിന്ന് ബോംബെയിൽ നിന്ന് ഏഡനിൽ നിന്ന് പോർട്ട് സൈദ്, അവിടുന്ന് യോപ്പ, അവിടെ നിന്ന് യെരുശലേം, ഇങ്ങനെ പോകുന്നു ആ യാത്ര. അത് 1-2 ദിവസങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാവുന്നല്ല. 1895 ജനുവരിയിൽ തുടങ്ങിയ തിരുമേനിയുടെ യാത്ര അവസാനിക്കുന്നത് 1895 മെയ്യിലാണ്. അപ്പം ഈ ഒരു ഏതാണ്ട് 5 മാസത്തോളം നീണ്ടു നിന്ന ഒരു യാത്ര, അതൊരു വെറും യാത്രയല്ല. കർത്താവിൻ്റെ, ക്രിസ്തുദേവൻ്റെ പീഡാനുഭവങ്ങൾക്ക് സാക്ഷിയായ, ക്രിസ്തുദേവൻ്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ബത്ലഹേം, അതുപോലെയുള്ള പുണ്യസ്ഥലങ്ങൾ, വിശുദ്ധ നാട്ടിലേക്കുള്ള യാത്രയാണ്. അത് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത് പോലല്ല തിരുമേനി യാത്ര ചെയ്തത്. കാരണം ക്രിസ്തുവിനെ ആത്മാവിൽ ആവാഹിച്ച ഒരു തിരുമേനിയുടെ യാത്രയും ഒരു വെറും യാത്രക്കാരനായ മറ്റൊരാളുടെ യാത്രയും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് ഓരോ യാത്രയും, ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ പുതിയ അനുഭവങ്ങൾ നേടിത്തരികയാണ്. അത് ചിലപ്പം ചരിത്രവുമായി നമുക്കുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രദേശത്തുമായിട്ടുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു പോന്ന ഏതെങ്കിലും ഒരു മഹാനുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചലച്ചിത്രകാരനുമായോ സാഹിത്യകാരനുമായോ ഒക്കെയുള്ള ബന്ധമായിരിക്കാം നമ്മളെ ആ പുണ്യഭൂമിയിൽ എത്തിക്കുന്നത്. അപ്പം എനിക്ക് വളരെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു യാത്രയുണ്ട്. അത് ഞാൻ 2018 നടത്തിയത്. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ, റഷ്യയിൽ പോയിരുന്നു. ആ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഫിലിം ഫെസ്റ്റിവലുകാർ തന്നെ എനിക്ക് മോസ്കോയിലേക്കുള്ള യാത്രയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു തന്നു. പക്ഷെ ഞാൻ മോസ്കോയിൽ പോയത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അവിടെ ധാരാളം കാഴ്ചകളുണ്ട്. മോസ്കോയിൽ റെഡ് സ്ക്വയറും അതുപോലെ തന്നെ മറ്റ് എത്രയോ പുരാതന പള്ളികൾ ഒക്കെ സന്ദർശിക്കാനിട വന്നു. അതൊന്നും ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം. യാസ്നായ പോളിയാന എന്ന് പറയുന്ന സ്ഥലത്തെത്തി ടോൾസ്റ്റോയുടെ വീട് കാണുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. മോസ്കോയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ ഉള്ള ഒരു ഗ്രാമപ്രദേശമായ യാസ്നായ പോളിയാനയിൽ അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ, പഴയ ഫാം ഹൗസിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി എന്ന് പറയുന്നത് വിവരണാതീതമാണ്. ഇതാണ് നമ്മൾ ആ ടോൾസ്റ്റോയുടെ യാത്ര. വീണ്ടും തിരിച്ച് നാട്ടിലെത്തി ടോൾസ്റ്റോയുടെ കൃതികളെല്ലാം വീണ്ടും പണ്ട് വായിച്ചതൊക്കെയാണ്, വീണ്ടും ഒന്നിനൊന്നായിട്ട് എല്ലാ കൃതികളും വായിക്കുന്ന ഒരു അനുഭവം. പുതിയൊരു ടോൾസ്റ്റോയെ നമ്മൾ കണ്ടെത്തുകയാണ്. പുതിയൊരു യാസ്നായ പോളിയനായും റഷ്യയെയും കണ്ടെത്തുകയാണ്. ഞാനിത് പറഞ്ഞത് അഭിവന്ദ്യ തിരുമേനി ഈ 1895 നടത്തിയ ഊർസ്ലേം യാത്ര, തിരുമേനിയുടെ ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലച്ഛൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പരിമല തിരുമേനിയുടെ ജീവിതത്തെ 3 തിരിക്കുന്നുണ്ട്, 3 കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. മുളന്തുരുത്തി മുതൽ പരിമല എത്തുന്നത് വരെയുള്ള, അത് 1848 മുതൽ 1877 വരെയുള്ള ഒന്നാമത്തെ ഒരു ഘട്ടം. രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിമല വാസം മുതൽ, പരിമല ഇവിടെ താമസിക്കുന്നത് മുതൽ ഊർസ്ലേം യാത്ര നടത്തുന്നതിനുള്ള രണ്ടാമത്തെ കാലഘട്ടം. ഈ 1877 മുതൽ 1895 വരെയുള്ള ഒരു കാലഘട്ടം. മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നതാണ് 1895 മുതൽ 1902 അദ്ദേഹം കാലം ചെയ്യുന്നത് വരെയുള്ള ഒരു കാലഘട്ടം. ഞാൻ ഈ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ കാലഘട്ടത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രകാശപൂർണമായ കാലഘട്ടം എന്ന് അദ്ദേഹം പറയുന്നത് ഈ മൂന്നാമത്തെ കാലഘട്ടത്തിലാണ്. ഊർസ്ലേം യാത്രയ്ക്ക് മുമ്പുള്ള തിരുമേനി ആയിരുന്നില്ല ഊർസ്ലേം യാത്ര കഴിഞ്ഞു വന്ന തിരുമേനി. ഇതാണ് ഒരു യാത്രയിലൂടെ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ഒരു സാധാരണ മനുഷ്യനായാലും മഹാനായ പരിശുദ്ധനായ തിരുമേനിയായാലും ഇവിടെ രൂപാന്തരപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം,
ക്രിസ്തുവിനെ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട, അദ്ദേഹത്തിൻ്റെ ബാല്യം മുതൽ അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ പരിശുദ്ധ പരിമല തിരുമേനി, അദ്ദേഹമാണ് വിശുദ്ധ നാട്ടിൽ തീർത്ഥാടനത്തിനെത്തുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഓരോ കാഴ്ചകളും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മസാക്ഷാത്കാരമാണ്. തനിക്ക് എത്രയോ നാളുകളായി അറിയാവുന്ന ക്രിസ്തുദേവൻ്റെ കഥകളെ, കേട്ടറിഞ്ഞ കഥകളെ നേരിൽ കാണുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, കാതുകൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് കണ്ണുകൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് എന്ന് തൻ്റെ ഊർശ്ലേം യാത്രാ വിവരണത്തിൻ്റെ ഉപസംഹാരത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഉള്ളിൽ യേശുവിനെക്കുറിച്ചുള്ള, യേശുദേവനെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും, എല്ലാ പീഡാനുഭവ ഓർമ്മകളും, അതുപോലെ തന്നെ കുരിശേറ്റവും ഒക്കെ ഓർമ്മയിലുണ്ട്. വായനയിലൂടെയും വേദപഠനത്തിലൂടെയും സ്വായത്തമാക്കിയ കാര്യങ്ങളൊക്കെയാണ്. ആ കാര്യങ്ങളെ നേരിൽ കാണുകയാണ് അവിടെ. ഊർശ്ലേം പട്ടണത്തിൽ, യെരുശലേം പട്ടണത്തിൽ അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, പിന്നീട് അതിനകത്ത് ഏറ്റവും മനോഹരമായ ഒരു കൺസെപ്റ്റ്, ഒരു പ്രയോഗം എനിക്ക് തോന്നിയത് പുത്തൻ തീ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ആ പുത്തൻ തീ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ യേശുദേവൻ്റെ കബറിൽ നിന്നും ഉണ്ടാകുന്ന ഒരു മെഴുകുതിരിയിലൂടെ പകരുന്ന ഒരു തീനാളമാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. കല്ല് പിളർന്ന് പുറത്തു നിൽക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഈ തീ പുറത്തേക്ക് വന്നു എന്നൊരു കഥയൊക്കെ ഉണ്ട്. പക്ഷേ ആ കഥകളൊക്കെ അറിയുന്ന തിരുമേനി അത് നേരിട്ട് കാണുമ്പോൾ, ആ പിളർന്ന ഭാഗങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ എന്തെല്ലാം അനുഭൂതികളായിരിക്കും ആ മനസ്സിലൂടെ കടന്നു പോയത്. പക്ഷേ അതൊക്കെ മനസ്സിൽ അടക്കി വെക്കുകയായിരുന്നില്ല തിരുമേനി. അദ്ദേഹം പറയുന്നു, സഭാമക്കൾക്ക് വേണ്ടി എനിക്കിത് രേഖപ്പെടുത്തണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. കാരണം സഭാമക്കളുടെ പരിശ്രമ ഫലമായി എല്ലായിടത്തു നിന്നും ഉള്ള സാമ്പത്തിക സഹായത്തിലൂടെയാണ് അദ്ദേഹം അവിടേക്ക് പോയത്, യെരുശലേമിലേക്ക് പോയത്. അപ്പോൾ ആ സാമ്പത്തിക സഹായം തന്നവർക്ക് തീർച്ചയായും തൻ്റെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കണം. അങ്ങനെയാണ് യെരുശലേം യാത്രാ വിവരണം എന്ന കൃതി അദ്ദേഹം രചിക്കുന്നത്. യെരുശലേം യാത്രാ വിവരണത്തിൻ്റെ ശതാബ്ദി പതിപ്പ് 1996 ഇറക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പോൾ മണലിൽ വളരെയധികം പഠനങ്ങൾ യെരുശലേം യാത്രാ വിവരണത്തിൻ്റെ മേൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തോടുകൂടി പ്രസിദ്ധപ്പെടുത്തിയ ആ കൃതി തീർച്ചയായും മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. പ്രത്യേകിച്ചും മലയാള ഗദ്യ വികാസ പരിണാമങ്ങളിലെ ഒരു നാഴികക്കല്ലാണ് യെരുശലേം യാത്രാ വിവരണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ സാഹിത്യ ഗുണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ അതിനെക്കാട്ടിലേറെ അതിനകത്ത് ആത്മീയമായ ഒരു ദ്യുതിയുണ്ട്, ആത്മീയമായ ഒരു പ്രകാശമാണ് ആ കൃതിയെ മഹത്തരമാക്കുന്നത്. ഇപ്പം മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച യാത്രാ വിവരണം, മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം വർത്തമാന പുസ്തകമാണെന്ന് ഏറെ നാൾ നമ്മൾ ധരിച്ചിരുന്നു. പക്ഷേ അതല്ല, യഥാർത്ഥത്തിൽ അച്ചടിച്ച കൃതിയാണ്, അച്ചടിച്ച് പുറത്തു വരുന്ന കൃതിയാണ് ആദ്യത്തേതെന്നുള്ള പോൾ മണലിൻ്റെയും അതുപോലെ മറ്റ് ഗവേഷകരുടെയും ആർഗ്യുമെൻറ്റുകളുടെ വെളിച്ചത്തിൽ മലയാളത്തിലെ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയ യാത്രാ വിവരണം യെരുശലേം യാത്രാ വിവരണമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു മഹത്തായ ഒരു കാൽവയ്പ് കൂടി ഈ കൃതിയുടെ രചനയിൽ പരിശുദ്ധ പരിമല തിരുമേനി നിർവഹിച്ചു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ യെരുശലേം യാത്രാ വിവരണത്തെ നമുക്കറിയാം, ആർക്കും വായിക്കാവുന്ന, സഭാമക്കൾക്ക് വായിക്കാൻ വേണ്ടിയാണ് തിരുമേനി അത് ആദ്യം എഴുതിയത്. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് മുമ്പായി തന്നെ എത്രയോ പ്രതികൾ ഇത് മലങ്കര സഭാവിശ്വാസികളുടെ അടുക്കൽ എത്തിയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നി ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു. തീർച്ചയായും ഇത് പൊതുവിതരണത്തിന് ഇത് നൽകേണ്ടതായിരുന്നു. കാരണം നമുക്ക് അറിയാം, സാഹിത്യം
ഒരു സാഹിത്യകൃതിയാവുമ്പോൾ അത് പൊതുവെ വായിക്കപ്പെടണമെങ്കിൽ അത് പൊതുവിതരണത്തിനായി കൊടുക്കണം. പക്ഷേ ഇത് മലങ്കര സഭകൾക്കുള്ളിൽ തന്നെ ഇത് ഏറെ നാൾ നിന്നു. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് ഇതൊരു ഗവേഷണത്തിനും അതുപോലെ മറ്റ് കണ്ടെത്തുകയും ആളുകൾ ഇതിൻ്റെ മേൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. ഒരുപക്ഷെ അന്ന് തന്നെ ഇത് പൊതുജനങ്ങൾക്കായി വായനയ്ക്ക് കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതൊരു മഹത്തായ കൃതിയായി അന്നേ അംഗീകരിക്കപ്പെടുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു യാത്രികനായ തിരുമേനി യാത്രാനുഭവങ്ങളെ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുകയായിരുന്നു. അത് ആത്മീയത ഒട്ടും ചോർന്നു പോകാതെ, പ്രത്യേകിച്ചും ആ ഖബറിൻ്റെ കാര്യങ്ങളും ഉറുസ്ലേം പട്ടണത്തിലെ മറ്റ് ഓരോരോ എല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങളാണ്. ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ നേരിൽ കാണുകയാണ് തിരുമേനി. ആ കാണുമ്പോഴുണ്ടാകുന്ന അനുഭൂതി എന്ന് പറയുന്ന തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വിവരണാതീതമാണ്. അത് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഇവിടെ എത്തി 1 മാസത്തിനകം അദ്ദേഹം എഴുതി തീർക്കുകയായിരുന്നു. അപ്പോൾ ഒരു യാത്രക്കാരൻ, ഒരു യാത്രികൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താതാത്മ്യം പ്രാപിക്കാവുന്നത് തിരുമേനിയുടെ ഈ മഹത്തായ സാഹിത്യ സൃഷ്ടിയോടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഉറുസ്ലേം യാത്രാ വിവരണത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് ഈ ഗ്രിഗോറിയൻ പ്രഭാഷണത്തിന് തുടക്കമിടുന്നത് ഈ വർഷത്തെ. തീർച്ചയായും ഇനിയും ഉറുസ്ലേം യാത്രാ വിവരണം വായിക്കാനുള്ള എല്ലാ സാഹിത്യ കുതുകികളും അത് വായിക്കുകയും അതിൻ്റെ സാഹിത്യാംശവും അതിൻ്റെ ആത്മീയാംശവും, പ്രൊഫസർ കെ എം തരകൻ സാർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധമായ ഒരു പുസ്തകമെന്നാണ്. അപ്പം അത്ര ആത്മീയ ചൈതന്യമാണ് അത് പരത്തുന്നത്. ഈ ആത്മീയ ചൈതന്യം പരത്തുന്ന മഹത്തായ ഈ കൃതിയെ മലയാളത്തിന് സംഭാവന ചെയ്ത, മലയാളത്തിന് നൽകിയ പരിശുദ്ധ പരിമല തിരുമേനിയെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ജ്ഞാനത്തിൻ്റെ ആത്മീയ പ്രഭാപൂരത്തിൻ്റെയും ഒക്കെ കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം ഇതുകൂടി ചേർത്ത് വായിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥനയോടെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ബഹുമാനരായ ഇതിൻ്റെ സംഘാടകരെ, പ്രത്യേകിച്ചും കരിങ്ങാട്ടിൽ അച്ഛനും ബഹുമാനായ ക്ലിമീസ് തിരുമേനിക്കും യുഹാനോൻ മാർക്രിസോസ്റ്റം തിരുമേനിക്കും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൻ്റെ ആദ്യ ദിവസം എത്ര അർത്ഥപൂർണമായിരുന്നു, ആധികാരികമായിരുന്നു, ഫലപ്രദമായിരുന്നു. ഓർത്തഡോക്സ് സഭാംഗം എന്നതുപോലെ തന്നെ ഈ സഭയെ സ്നേഹിക്കുകയും ഇതിൻ്റെ അകവും പുറവും വ്യക്തമായി അറിയുകയും ചെയ്ത അഭിവന്ദനായ പ്രൊഫസർ മധു ഇറവങ്കര സാർ വളരെ ഹൃദ്യമായി ആഴമായി പരിമല തിരുമേനിയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. 1895 പരിമല തിരുമേനി ഊർസ്ലേമിലേക്ക് യാത്ര ചെയ്തത്. 2021 തിരിഞ്ഞു നോക്കുമ്പോൾ 126 വർഷമായി. 1895 ഊർസ്ലേം യാത്രാ വിവരണം പരിമല തിരുമേനി ഊർസ്ലേമിൽ നിന്ന് വന്നു കഴിഞ്ഞ ഉടൻ തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. 1 വർഷം തന്നെ 2 എഡിഷൻ അതിനുണ്ടായി. ഇതിൻ്റെ നിർഭാഗ്യത അഭിവന്യ പ്രൊഫസർ മാത്യു ഇറവങ്കര സാർ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പള്ളിയുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയി ഊർസ്ലേം യാത്രാ വിവരണം. പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ്, വളരെ കൃത്യമായി പറഞ്ഞാൽ 100 വർഷങ്ങൾ കഴിഞ്ഞാണ് ഊർസ്ലേം യാത്രാ വിവരണത്തിൻ്റെ ചർച്ചകളും പഠനങ്ങളും എഴുത്തുകളും ഉണ്ടാകുന്നത്. വളരെ കൃത്യമായി പറഞ്ഞാൽ ഊർസ്ലേം യാത്രാ വിവരണത്തെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ ഉണ്ടാകുന്നത്, ഗവേഷണം ഉണ്ടാകുന്നത് കഴിഞ്ഞ 4 നൂറ്റാണ്ട് കൊണ്ടാണ്. അതുകൊണ്ട് പരിമല തിരുമേനിയുടെ ഈ ഗവേഷണം, ഈ പ്രഭാഷണം ഒക്കെ അവതരിപ്പിക്കുന്നത് പരിമല തിരുമേനി നടത്തിയ യാത്ര, സഞ്ചാരം, അനുഭവം, കാഴ്ച പുതിയ ലോകത്തിന് ഉണ്ടാകണം, അത് മനസ്സിലാക്കണം. വന്ദനായ പ്രൊഫസർ മധു ഇറവങ്കര അവറുകൾ ലോകം മുഴുവനും സഞ്ചരിക്കുന്നു. ചലച്ചിത്രത്തിൻ്റെ ജൂറി എന്ന നിലയിലാണ്. അദ്ദേഹം എത്തിപ്പെടാത്ത രാജ്യങ്ങളില്ല. വിവിധങ്ങളായ ചലച്ചിത്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ,
വിവിധങ്ങളായ ചലച്ചിത്രങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, ഇതൊക്കെ ഈ സഞ്ചാരത്തിൻ്റെ ഭാഗമാണ്. ഒരു സഞ്ചാരി എന്ന നിലയിൽ പ്രിയപ്പെട്ട മധു ഇറവങ്കര അവറുകൾ പരമല തിരുമേനിയെ ഒരു സഞ്ചാരി എന്നതിലുപരി യാത്രികനായിട്ട് അവതരിപ്പിക്കുന്നു. അദ്ദേഹം അത് വിവരിക്കുകയുണ്ടായി. യാത്രികൻ എന്ന് പറയുന്നത് സ്വന്തം അനുഭവങ്ങളെ, കാണുന്ന കാഴ്ചകളെ ഹൃദയത്തിലേക്ക് ആർജിച്ച് അതിമഹത്തായ രീതിയിൽ സംവേദിപ്പിക്കുവാനുള്ള ആർജവും ഊർജവും ഉള്ള മഹത്തായ വ്യക്തിയാണ് പരമല തിരുമേനി. അത് വളരെ കൃത്യമായിട്ട് ചെയ്തു. ഇന്നാണ് മാധ്യമങ്ങളും ചലച്ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ പുതിയ പഠനവേദികൾ സൃഷ്ടിച്ചിരിക്കുന്നത്. 1895 പരമല തിരുമേനി എഴുതി കാതുകൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിൽ ഉപരിയായ കാര്യങ്ങളാണ് കണ്ണുകൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് മാധ്യമ പഠനത്തിൻ്റെ ഏറ്റവും അടിത്തറയിൽ കിടക്കുന്ന ദർശനം എന്ന് പറയുന്നത് കണ്ണിനും ചെവിക്കും കാഴ്ചയ്ക്കും കേൾവിക്കും ഉദാത്തത പകരുക, നേർക്കാഴ്ച പകരുക എന്നതാണ്. അതാണ് മാധ്യമം ചെയ്യുന്നത്, അതാണ് ചലച്ചിത്രം ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ മധു ഇറവങ്കര അവർ തന്നെ പറഞ്ഞു, മാധ്യമങ്ങളിൽ നിന്ന് അവതരിപ്പിക്കുന്നത് കാഴ്ചകളല്ല, നേർക്കാഴ്ചകളല്ല, വക്രീകരണമാണ്. മാധ്യമ മാനേജ്മെന്റിന്റെ പക്ഷം ചേർന്നുള്ള വക്രീകരണ കാഴ്ചകൾ അവതരിപ്പിക്കുമ്പോൾ പരമല തിരുമേനി സ്വപ്നം കണ്ട കാഴ്ച, യാത്രികന്റെ കാഴ്ച സത്യസന്ധമായി നേർക്കാഴ്ചയായി അവതരിപ്പിക്കുവാനായിട്ട് നമുക്ക് പുതിയ ലോകത്തിന് നഷ്ടപ്പെടുന്നു. പരമല തിരുമേനി കണ്ട ആ പുത്തൻ തീയുടെ അനുഭവം വായനക്കാർക്ക് പങ്കിടുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായ മധു ഇറവങ്കര സാർ ഊർസ്ലേം യാത്രാവിവരണത്തെയും പരമല തിരുമേനിയും ഹൃദയത്തോടാവാഹിച്ച് വളരെ കൃത്യമായി മാധ്യമങ്ങളുടെയും ചലച്ചിത്രത്തിൻ്റെയും കാഴ്ചകളുടെയും സഞ്ചാരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചത് കാച്ചിക്കുറുക്കിയ വാക്കുകളിലാണ്. പരമല തിരുമേനി സഞ്ചരിച്ച സഞ്ചാരപഥങ്ങളിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരനുഭവമാണ് അഭിനന്ദനായ മധു ഇറവങ്കര സാറിൻ്റെ പ്രഭാഷണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. വിശുദ്ധിയുടെയും ആത്മീയ ചൈതന്യത്തിൻ്റെയും പ്രഭ പരത്തുന്ന പുത്തൻ ആധ്യാത്മികത, പുത്തൻ കാഴ്ചപ്പാടുകൾ, പുത്തൻ ദർശനങ്ങൾ ലോകം മുഴുവനും ഗ്രിഗോറിയൻ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന വിശ്വാസികൾക്കും മലയാളികൾക്കും ഉണ്ടാകണം എന്നതാണ് ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൻ്റെ ദർശനം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഉപരി, പരമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നതിൽ ഉപരി, പരമല തിരുമേനി പൊതുസമൂഹത്തിന് നൽകിയ ദർശനം, പൊതുസമൂഹത്തിന് നൽകിയ കാഴ്ചപ്പാടുകൾ, അത് അക്കമിട്ട് കണ്ടെത്തി പൊതുവേദിയിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ പ്രഭാഷണത്തിൻ്റെ അന്തർധാര. ഇന്നത്തെ പ്രഭാഷണം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും വല്ലാതെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. പരമല തിരുമേനിയുടെ ആ കാഴ്ചകൾ നമ്മുടെ കാഴ്ചകൾക്ക് ആത്മീയ ചൈതന്യം പകരുവാൻ ഇടം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വളരെ വിനീതമായ ആദരവ് വന്ദനായ ബഹുമാനപ്പെട്ട മധു ഇറവങ്കര സാറിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പ്രഭാഷണം ഇന്നിവിടെ അവസാനിക്കുകയാണ്. നാളെയും പ്രഭാഷണമുണ്ട്. നാളത്തെ പ്രഭാഷണം വന്ദനായ അലക്സാണ്ടർ കുര്യനച്ചനായിരിക്കും നടത്തുന്നത് എന്ന് ഓർപ്പിക്കുകയാണ്. ചെങ്ങന്നൂർ മെത്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്നത് പരമല സെമിനാരിയുടെ സഹമാന്യജരായിരിക്കുന്ന വന്ദനായ ഡോക്ടർ യൂഹാനോൻ എറമ്പാച്ചനാണ്. വളരെ സ്നേഹപൂർവം പ്രതിസ്പന്ദനത്തിനായി ക്ഷണിക്കുന്നു. ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഇന്ന് പ്രധാന പ്രഭാഷണം നിർവഹിച്ച
ബഹുമാനപ്പെട്ട പ്രൊഫസർ മധു റവങ്കര സാറ്, ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ, ഈ പ്രഭാഷണ പരമ്പര ദർശിക്കുന്ന എല്ലാവരുമേ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ 119 ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ പ്രഭാഷണ പരമ്പര ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനി യുഗപ്രഭാവനായ ഒരു വ്യക്തിയാണ് നമുക്കൊക്കെ അറിയാം. ഒരു 1000-ഓ 2000-ഓ വർഷങ്ങൾക്ക് ഇടയിൽ ജനിക്കുന്ന, ദൈവം നൽകുന്ന വലിയ ഒരു ഗിഫ്റ്റാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ. ഈ യുഗപുരുഷൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ, ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഇന്നത്തെ തലമുറയ്ക്ക് പകർത്തി കൊടുക്കുവാനായിട്ട് ഈ പ്രഭാഷണം പരമ്പര വളരെയധികം സഹായിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. പ്രത്യേകമായിട്ട് കരിങ്ങാട്ടിലച്ചനെയും കുര്യാക്കോസച്ചനെയും ഞാൻ അതിന് അഭിനന്ദിക്കുന്നു. പരിമല തിരുമേനിയുടെ കൽപ്പനകൾ, സാഹിത്യരചനകൾ, പരിമല തിരുമേനിയുടെ പ്രസംഗങ്ങൾ, പരിമല തിരുമേനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം കാലത്തിനതീതമാണ്. അന്ന് ഈ കേരളത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നതിന് വളരെ വളരെ അപ്പുറമായിട്ട് അടുത്ത അനേകം വർഷങ്ങൾക്ക് മുന്നിലേക്ക് ചിന്തിക്കുവാൻ തക്കോണമുള്ള ദൈവിക ദർശനം ലഭിച്ച ആളായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. അത് ഈ അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ സാമൂഹിക കാഴ്ചപ്പാടുകളിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് വേണ്ട വിധത്തിൽ ലോകത്തിന് ഇന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഈ പ്രഭാഷണ പരമ്പര സഹായിക്കുന്നു എന്നുള്ളതൊരു പരമാർത്ഥമാണ്. ഇന്നത്തെ ഈ പ്രഭാഷണ പരമ്പരയിൽ അധ്യക്ഷനായിരുന്നത് അഭിമന്യ യൂഹാനോൻ മാർ ക്രിസ്തോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. തിരുമേനി നിരണ ഭദ്രാസന മെത്രാപ്പോലീത്തായും ഇവിടുത്തെ എല്ലാ പരിപാടികളുടെയും ചുക്കാൻ പിടിക്കുന്ന ആളുമാണ്. തിരുമേനി ഒരു അസുഖത്തിന് ശേഷം സൗഖ്യമായിട്ട് വന്നയാളാണ്. ഇവിടെ താമസിച്ചുകൊണ്ട് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നു. അഭിമന്യ ക്രിസ്തോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമേനിയുള്ള പ്രത്യേകമായ നന്ദി സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തത് മലങ്കര സഭാ ചരിത്രത്തിൽ ദൈവം നൽകിയ ഒരു വലിയ അനുഭവം, അത് ഈ സഭയ്ക്ക് വലിയ അനുഗ്രഹമാക്കി തീർത്ത മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലീത്തായാണ് ക്ലെമീസ് തിരുമേനി. ഒരു സഭയുടെ ഒരു വലിയ ക്രൈസിസിൽ ദൈവം തമ്പുരാൻ എടുത്തുപയോഗിച്ച ഒരു വലിയ ആത്മീയ ആചാര്യനാണ് പരിശുദ്ധ അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലെമീസ് തിരുമേനി. ഇവിടെ ഈ സഭയ്ക്ക് ഒരു കാതോലിക്കായ വഴിക്കുവാൻ തക്കവണ്ണം ദൈവം അഭിമന്യ തിരുമേനിൽ കൂടി പ്രവർത്തിച്ചു. ഈ ദിവസം ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടുത്തെ 2 മീറ്റിങ്ങുകളിൽ ഇപ്പോൾ സംബന്ധിച്ചിരിക്കുകയാണ്. തിരുമേനിയോട് എപ്രകാരം നന്ദി അറിയിക്കണമെന്ന് അറിയുന്നില്ല. ഹൃദയം തട്ടിയുള്ള നന്ദിയുടെ വാക്കുകൾ ഞാൻ ഈ സമയത്ത് തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇവിടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ യെരൂശലേം യാത്രാ വിവരണത്തിൽ നിന്ന് നമ്മെ അതിൻ്റെ വിവിധ ആധ്യാത്മിക സാമൂഹികമായ കാഴ്ചപ്പാടുകൾ വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ച മധു ഇറവങ്കര സാറിനോടുള്ള പ്രത്യേകമായ നന്ദിയും സന്തോഷവും ശ്രോതാക്കൾക്ക് വേണ്ടിയും ഈ സംഘാടകർക്ക് വേണ്ടിയും അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട MC കുര്യാക്കോസച്ചൻ, അദ്ദേഹം ഒരു വളരെ കഴിവുള്ള സംഘാടകനാണ്. ഈ പ്രഭാഷണ പരമ്പര അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ താല്പര്യത്തിൽ കൂടി ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹത്തുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട്
ഇതിൻ്റെ മുഴുവൻ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ വളരെ ഓരോ വർഷം തീരുമ്പോഴും അടുത്ത വർഷത്തേക്കുള്ള പ്രഭാഷണ പരമ്പരയ്ക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും അതനുസരിച്ച് അത് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചനാണ്. അച്ഛന് സാഹിത്യത്തിൽ അതുപോലെ തന്നെ താല്പര്യമുണ്ട്. ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രത്യേകമായ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് അനുഗ്രഹപ്രദമായി നിർവഹിക്കുന്നു. അച്ഛനോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ തൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെയും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടുകൂടെയും നമ്മുടെ ദൂരസ്ഥരും സമീപസ്ഥരുമായിരിക്കുന്ന മാതാപിതാക്കളോടുകൂടെയും ബന്ധുമിത്രാദികളോടുകൂടെയും സ്നേഹിതന്മാരോടും അയൽക്കാരോടുകൂടെയും വാങ്ങിപ്പോയുടെ ആത്മാക്കളോട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.